ആത്മകഥാ വിവാദം തുടരുന്നതിനിടെ പാലക്കാട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ ഇ.പി. ജയരാജൻ വൈകിട്ട് നടക്കുന്ന പൊതുയോഗത്തിൽ പങ്കെടുക്കും. ആത്മകഥയിൽ ഡോക്ടർ പി സരനെ ഇ.പി. ജയരാജൻ വിമർശിച്ചിരുന്നു. വിവാദത്തെക്കുറിച്ച് പ്രതികരിക്കാൻ ഇന്ന് അദ്ദേഹം തയ്യാറായിട്ടില്ല. അതിലെന്താ സംശയം? നല്ല ഭൂരിപക്ഷത്തോടുകൂടി ആരെന്ത് ശ്രമിച്ചാലും CPM-നെ തോൽപ്പിക്കാൻ കഴിയില്ല. CPM-നെ തോൽപ്പിക്കാൻ സാധിക്കില്ല. LDF-നെ തോൽപ്പിക്കാൻ കഴിയില്ല. അല്പസമയത്തിനകം ഇ.പി. മാധ്യമങ്ങളെ കണ്ടേക്കും. പാലക്കാട്ട് നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ കൂടുതൽ വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, നേരത്തെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഇ.പി. ജയരാജൻ എത്തിയിരുന്നു. അവിടെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുമായി അദ്ദേഹം ചർച്ച നടത്തുകയും ഒക്കെ ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. വാർത്താ സമ്മേളനം എപ്പോഴാണ്? ഇന്നലെ പറഞ്ഞതിനേക്കാൾ അപ്പുറത്തേക്ക് കുറെ കൂടി വ്യക്തതയോടെ കാര്യങ്ങൾ ഇ.പി. വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചേക്കുമോ? തീർച്ചയായും പാലക്കാട്ടേക്ക് അദ്ദേഹം അല്പസമയത്തിന് മുൻപാണ് എത്തിയത്. വന്ദേ ഭാരത് എക്സ്പ്രസിൽ ഷൊർണൂരിൽ ട്രെയിൻ ഇറങ്ങിയതിനു ശേഷം ഇപ്പോൾ ഇ.പി. ജയരാജൻ വാർത്താ സമ്മേളനം നടത്താൻ ഇങ്ങോട്ട് ഈ ഹാളിലേക്ക് വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഡോക്ടർ പി സരന് വേണ്ടി അദ്ദേഹം അങ്ങോട്ട് ചോദിക്കും. ഇതാ ഇ.പി. ജയരാജനും അതുപോലെ തന്നെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബുവും ഈ വേദിയിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. അത് ഒരു പ്രതികരണമാണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ തേടുന്നത്. ഇ.പി. ഇപ്പോൾ പ്രതികരിക്കും.